നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദത്തെ തള്ളുന്ന KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇലക്ട്രിക് ബസിന്റെ ഡിസംബർ വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് ഈ വാർഷിക റിപ്പോർട്ട്. റിപ്പോർട്ട് KSRTC ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് സമർപ്പിച്ചു. കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ഈ ബസിന് ലാഭം കിട്ടിയെന്നാണ് കണക്ക്. റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി. അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ചെയ്തു. വാർഷിക കണക്ക് ചോർന്നതിൽ ഗതാഗത മന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട്. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പക്ഷം. ഈ നിലയിൽ തുടരേണ്ടതില്ല എന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമാവുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾക്ക് നൽകാൻ KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ തന്നെ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം തനിക്ക് കിട്ടും മുമ്പേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ മന്ത്രി വിശദീകരണവും തേടി. അതേസമയം ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ 2.88 കോടി രൂപ ലാഭം ഉണ്ടാക്കിയെന്നാണ് KSRTCയുടെ കണക്ക്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ 11,901 സർവീസ് തലസ്ഥാന നഗരത്തിലാകെ നടത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് 1 കിലോമീറ്റർ ഓടാൻ 28.45 രൂപയാണ് വേണ്ടിയത് എന്നാണ് റിപ്പോർട്ട്. ശമ്പളത്തിനും ഇന്ധനത്തിനുമടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ 28 രൂപ 45 പൈസ. 1 കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി 36 രൂപ 66 പൈസയും. അതായത് ചിലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും 8 രൂപ 21 പൈസ ലാഭം ലഭിക്കുമെന്ന്. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ട എന്ന നിലവിലെ സിറ്റി സർവീസിൽ ഈടാക്കുന്ന 10 രൂപ നിരക്ക് പുനർപരിശോധിക്കാം എന്നാണ് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത്.